വി ഡി സതീശൻ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ഇന്ന് ശ്രീ വി ഡി സതീശൻ, ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് 7 മണി തൊട്ട് ഈ പ്രോഗ്രാം തുടരുകയാണ്. പിന്നെ വയനാടിന് വേണ്ടി, പ്രിയ നാടിനൊപ്പം എന്ന നിലയിൽ വയനാടിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചേർന്നതിൽ താങ്കൾക്ക് നന്ദി. ഞാൻ ആദ്യം അറിയേണ്ടത്, താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം, ആദ്യം അറിയേണ്ടത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്, നമുക്ക് പിന്നെ ഈ പറയുന്ന തിരച്ചിലും അതൊക്കെ കഴിയുന്നതോടുകൂടി വയനാടിനെ തിരിച്ച് അനയിക്കുക, വയനാടിനെ പഴയ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക, പ്രത്യേകിച്ച് മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ. അതിന് എന്താണ് നമ്മൾ മുന്നിൽ കാണുന്ന ദൗത്യത്തിന്റെ വലിപ്പം എന്നതാണ് താങ്കളിൽ നിന്ന് ഞാൻ ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ ഈ പ്രിയനാടിനൊപ്പം എന്ന ക്യാമ്പയിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മാധ്യമങ്ങളും അതിൻ്റെ ധർമ്മം, അതിൻ്റെ കടമകൾ നിർവഹിക്കുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ട്. സാധാരണ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് ആളുകൾ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഉത്സവപ്പറം പോലെ ആവുന്നത്, ആരുമില്ലാതെ, ആരും നോക്കാനില്ലാതെ. അത് സംഭവിക്കരുത് വയനാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. സങ്കട പെരുമഴ പെയ്തിറങ്ങിയ സ്ഥലമാണ് വയനാട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനി പ്രധാനപ്പെട്ട കാര്യം, ഈ തെരച്ചിലെല്ലാം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പുനരധിവാസമാണ്. നമ്മൾ ഇവരെ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്? അതേ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും പറഞ്ഞു വിടരുത്. അവർക്ക് വേറെ സ്ഥലമെടുത്ത് അവിടെ വീട് വെച്ച് കൊടുക്കണം. ആ സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നത് വരെ അവർക്ക് വാടക വീടുകളിൽ താമസിക്കാനുള്ള വാടക നമുക്ക് കൊടുക്കണം. വാടക മാത്രം കൊടുത്തൊരു വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? പല കുടുംബത്തിലെയും കുഞ്ഞുങ്ങൾ അനാഥരാണ്. പ്രായമായവർ സ്വയമായി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ മാത്രമായി കുടുംബത്തിൽ. അവരെ നോക്കിയിരുന്ന അവരുടെ മക്കളില്ല, മക്കളുടെ മക്കളില്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാരൻസ് ഇല്ല, ഗ്രാൻഡ് പാരൻസ് ഇല്ല. പിന്നെ ചില കുടുംബങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു, വരുമാനം ഉണ്ടാക്കി കൊടുത്തിരുന്ന ആൾ വീട്ടിലെ ഏണിംഗ് മെമ്പർ ഇല്ല. പിന്നെ ഇവരെങ്ങോട്ട് പോവും? ഇവർ ചെന്നാൽ ഇവരെങ്ങനെ ജീവിക്കും? ഒരു വസ്ത്രമില്ല, പാത്രങ്ങളില്ല, ഒന്നുമില്ല. വാടക വീട്ടിൽ പോയാലും മനുഷ്യർ ജീവിക്കാനുള്ള ഒന്നുമില്ല, ഒരു സംഭവമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതൊരു വെറുമൊരു റീഹാബിലിറ്റേഷൻ മാത്രമാകരുത്, ഒരു സമഗ്രമായൊരു ഫാമിലി പാക്കേജ് വേണം. ഓരോ കുടുംബത്തെക്കുറിച്ച് പഠിച്ച് ആ ഒരു കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്. നമുക്ക് ചിലർക്ക് ജോലി കൊടുക്കേണ്ടി വരും, ചിലർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടി വരും, ചിലർ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാണ്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ്. ഇങ്ങനെ 100-400ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ കുറേ കൂടെ കൂടിയേക്കാം. എത്ര കുടുംബം കൂടിയാലും 500-ൽ താഴെയുള്ള ഈ കുടുംബങ്ങൾക്ക്, ഓരോ കുടുംബങ്ങൾക്കുമുള്ള പാക്കേജ് ആകണം നമ്മുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ സമഗ്രമായി തയ്യാറാക്കുന്ന, പ്രൊഫഷണലായി തയ്യാറാക്കുന്ന, ഓരോ കുടുംബത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങൾ 100 വീട് വെച്ച് കൊടുക്കാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നതാണ് 100 വീട്. അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടൗൺഷിപ്പ് പോലെ. അവിടെ വീട് മാത്രമല്ല, പബ്ലിക് സ്പേസ് ഉണ്ടാവും, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അംഗൻവാടി ഉണ്ടാകും, ഒരു ഗെറ്റ് ടുഗദറിനുള്ള സ്ഥലം ഉണ്ടാവും, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവും, ഒരു കടകളുണ്ടാവും. എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഈ പാവങ്ങൾക്ക് ആവശ്യം. അപ്പം നമ്മുടെ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ സർക്കാരുകൾ ചെയ്യുന്ന രീതിയിലുള്ള വഴിപാട് പരിപാടികൾ മാത്രമാകാതെ നമ്മൾ കുറേ കൂടി പ്രൊഫഷണലായിട്ടും മാതൃകാപരമായിട്ടും ചെയ്തു തീർക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എനിക്ക് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി പറയാനുള്ളൊരു കാര്യം, ഇതോടൊപ്പം തന്നെ തുടങ്ങേണ്ട ഒരു കാര്യം, 2021 മുതൽ ഞങ്ങൾ ആവർത്തിക്കുന്നതാണ്. ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCCയുടെ റിപ്പോർട്ടും അതുമേലുള്ള നാസ അനാലിസിസും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് 2021. എന്നെ ഒരുപാട് പേര് പരിഹസിച്ചു, ഇതൊക്കെ എന്തിനാ ഇവിടെ ചർച്ച. പക്ഷേ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞങ്ങൾ നടുങ്ങിയിരുന്നു. കാരണം കേരളം അപകടത്തിലാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും അപകടമുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഏത് സമയത്തും ഒരു അതിതീവ്ര മഴ ഉണ്ടാകാം, ഏത് സമയത്തും ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകാം, ഏത് സമയത്തും ഒരു സൈക്ലോൺ ഉണ്ടാവാം. നമ്മൾ ഒരു തയ്യാറെടുപ്പും നമുക്കില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞു, ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണമെന്ന് 2021 ആവശ്യപ്പെട്ടു. ജിയോളജി വകുപ്പും കാലാവസ്ഥാ വകുപ്പും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എല്ലാവരും കൂടി സംയുക്തമായി ചേർന്ന കാര്യങ്ങൾ വേണം. മഴയുടെ അളവ് അളക്കണം, മണ്ണിൻ്റെ ഘടന പരിശോധിക്കണം, ഏകോപനം വേണം. നമുക്കിപ്പോൾ കയ്യിലുള്ളത് 2016 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന്. ഡിസാസ്റ്ററിൻ്റെ സ്വഭാവം 8 കൊല്ലത്തിനിടയിൽ മാറി. മാത്രമല്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ മാറി. നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഈ ഏകോപനം ശക്തിപ്പെടുത്തി വാർണിംഗ് മെക്കാനിസം നന്നാക്കാനുള്ള സംവിധാനം ചെയ്യണം. ആളുകളെ മാറ്റണം. അപകടമുള്ള സ്ഥലങ്ങൾ ഇനിയും കേരളത്തിൽ ധാരാളമുണ്ട്. ഇനിയും അപകടം ഉണ്ടായി നമ്മളെല്ലാവരും കൂടി പോയി റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസ് ഇല്ല.
ഞാനടക്കമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് അടിയന്തരമായി ഈ വാണിംഗ് മെക്കാനിസം ഇന്നത്തെ ലോകത്ത് നിലവിലുള്ള സംവിധാനം, ഇതൊരു നോളജ് സൊസൈറ്റി അല്ലേ, വിജ്ഞാന സമൂഹമല്ലേ നമ്മുടെ. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് എക്സ്ക്യൂസാണുള്ളത്? നമുക്കത് ചെയ്യണം. ഈ റീഹാബിലിറ്റേഷൻ പ്ലാനിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇത്തരം അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ, വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള സ്ഥലം, മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലം, ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തി ശ്രദ്ധയോടുകൂടി വാണിംഗ് മെക്കാനിസം മെച്ചപ്പെടുത്തണം വാണിംഗ് മെക്കാനിസത്തിന്റെ കാര്യം പറയുന്നുണ്ട് ശ്രീ സതീശൻ. ഒറ്റ കാര്യം, അതായത് നമ്മൾ